തിരുവനന്തപുരം വിതുര മങ്കാലയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. രാത്രി 8 മണിക്കാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ജില്ലയിലെ മലയോര മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. വനംവകുപ്പ് വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ള ആക്ഷേപവുമുണ്ട്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഇപ്പോൾ വലിയ പ്രശ്നമാകുന്നുണ്ടോ? വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ആനയെ കാട് കയറ്റാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നത്? പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? അക്ഷയ, ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ആനയെ കാട് കയറാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. വനം വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത് ഈ വിതുര മങ്കാലയിലെ പ്രധാന പാതയാണ്. ആ പാതയിലാണ് ഇപ്പോൾ കാട്ടാന ഒറ്റയാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ കാട്ടാന ഇറങ്ങിയത്. മുൻപും ഈ കാട്ടാനക്കൂട്ടവും കാട്ടാനകളും ഇറങ്ങുന്നത് ഒരു നിത്യ സംഭവമാണ്. ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസത്തിലാണ് ഇത്തരത്തിൽ കാട്ടാന ചവിട്ടി ഒരു ആദിവാസി യുവാവിനെ കൊലപ്പെടുത്തുന്നത് ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വിതുര മണലി മണിത്തൂക്കി പ്രദേശങ്ങളിലും അതേപോലെ തന്നെ കണ്ടയത്തും ഇത്തരത്തിൽ ആന എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിതുര കല്ലാറിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് LPS സ്കൂളിന്റെ മതിൽ ഇത്തരത്തിൽ ആന തെങ്ങ് പിഴുതിട്ട് നശിപ്പിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ ഈ മലയോര മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ജലസ്രോതസ് അന്വേഷിച്ച് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. വനം വകുപ്പ് ഈ വിഷയത്തിലൊന്നും അത്ര കാര്യമായി നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ആനത്താരകളും അതേപോലെ തന്നെ ആനക്കിടങ്ങുകളും വേലികളും ഒക്കെ പേരിന് വേണ്ടി മാത്രമായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തിരുവനന്തപുരത്തെ മലയോര മേഖലയിലുണ്ട്. എന്തായാലും മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലാണ്. ഈ ആനയെ കാട് കയറാനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഉള്ളത്. ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉദ്യോഗസ്ഥരോ ഈ പ്രദേശത്തേക്ക് എത്താനോ ഈ ആനയെ കാട് കയറ്റാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. എന്തായാലും ഈ നെടുമങ്ങാട് പ്രദേശത്ത് അതിരൂക്ഷമായി ഈ വിതുര പ്രദേശത്ത് മങ്കാലയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്.